ജംഗിൾ സഫാരിക്ക് പോകുന്ന കാഴ്ചയാണിത്. ടൈഗർ ഉണ്ടെന്നൊക്കെ നേരത്തെ കേട്ടോണ്ട് കൂട്ടത്തിൽ ഒട്ടും പേടിയില്ലാത്ത ഞാൻ വണ്ടിക്കകത്താണിരുന്നത്. ഈ പോകുന്ന കാട് സീതാബനി ഫോറസ്റ്റ് ആണ്. ഉത്തരാഖണ്ഡിലാണ് ഈ ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ മേൽനോട്ടം. കടുവയൊന്നും കണ്ടില്ലെങ്കിലും മാനും മയിലും കുരങ്ങും പേരറിയാത്ത കിളികളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. രാമായണ കാലത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാടിന് സീതാബനി എന്ന പേര് വന്നിരിക്കുന്നത്. ശ്രീരാമൻ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ദേവി ഈ വനാന്തരം കഴിഞ്ഞെന്നുള്ളത് കൊണ്ടാണ് ഈ കാടിന് ഈ പേര് കിട്ടിയത്. ഇതിന്റെ ഉള്ളിൽ ഒരു സീതാദേവി ക്ഷേത്രവുമുണ്ട്. ഒന്ന് ആലോചിച്ചാൽ ഇങ്ങനെ ദേവതകൾക്കും ഋഷികൾക്കും യോഗികൾക്കും രാജാക്കന്മാർക്കും സാധാരണ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ അങ്ങനെ എത്ര തരം ജീവികൾക്കാണ് ഈ കാടുകൾ അഭയം നൽകിയിരിക്കുന്നത്. കാട് എത്ര ശാന്തമായിട്ടാണ് നിലകൊള്ളുന്നത്. അതിൽ മൃഗങ്ങളോ മനുഷ്യരോ ആരും അലഞ്ഞുകൊള്ളട്ടെ, കാടിങ്ങനെ ശാന്തമായി തന്നെ നിൽക്കും. അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഇരുന്നാൽ കാടിന് എല്ലാവരും മക്കളാണ്. വേണ്ടതെല്ലാം തന്ന് എല്ലാരെയും വളർത്താൻ പ്രാപ്തിയുള്ള അമ്മയാകുന്നു അപ്പോൾ കാടുകൾ. നമ്മുടെ പൂർവികന്മാർ മനുഷ്യനായത് തന്നെ ഈ കാടിന്റെയൊക്കെ മടിത്തട്ടിലാണല്ലേ. ആ അമ്മയുടെ ഉള്ളു തകർക്കുന്ന രീതിയിൽ ആരും ഈ കാടുകളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. സ്നേഹത്തോടെ നന്ദി.